ഈ കുവൈത്തിന്റെ ദിനാർ വെച്ചിട്ട് നിങ്ങൾക്കറിയാത്ത കുറച്ച് സംഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടെ. ഇതാണ് കുവൈത്തിന്റെ ദിനാർ. ഇത് 1 KD ആണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ 300 രൂപ അടുപ്പിച്ചാണ് ഇതിന്റെ വാല്യൂ. ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യം കൂടിയ ഒരു കറൻസി എന്ന് പറയുന്നത് കുവൈത്തിന്റെ ദിനാറാണ്. സോ ഇത് എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസവും തന്നെ ഇതിന്റെ മൂല്യം കൂടി വരാണ്. ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും കുവൈത്തിന്റെ ദിനാറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും കൂടിക്കൊണ്ടുവരികയാണ്. നിങ്ങൾക്കറിയാത്ത കുറച്ച് സംഭവം ഞാൻ ഇത് വെച്ച് പറഞ്ഞുതരാം. ഇവിടെ പണിയെടുത്തിട്ട് പല ആൾക്കാരും സേവിങ്സിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് പൈസ അയക്കാറുണ്ട്. നാട്ടിലേക്ക് നമ്മൾ എക്സ്ചേഞ്ച് ത്രൂ ഈ പൈസ അയക്കും, അതല്ലെങ്കിൽ നമ്മൾ ഉണ്ടി വഴി അയക്കും. ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് നാട്ടിൽ കിട്ടും. നമ്മൾ നാട്ടിൽ ഒരു എമൗണ്ട് സേവ് ചെയ്ത് വെക്കും, കുറി വെക്കും. പകരം ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഒന്നിക്കില്ല, നിങ്ങൾ എത്രയാണോ നാട്ടിലേക്ക് അയക്കുന്നത് ആ ഒരു എമൗണ്ട് ഇവിടെ KD ആയിട്ട് മാറ്റി വെക്കാം. ബിക്കോസ് 1-2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഇത് നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂല്യം നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്നത് വലിയ എമൗണ്ട് ആയിരിക്കും. നിങ്ങളൊരു 1 ലക്ഷം രൂപയാണ് നാട്ടിൽ കൂറി വെക്കുന്നത് ഒരു വർഷം കൊണ്ട്. സോ നിങ്ങൾ അതിൻ്റെ കുവൈത്ത് ദിനാറാണ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വർഷത്തിന് ശേഷം നാട്ടിലേക്ക് അയക്കുമ്പോൾ ഇതിൻ്റെ മൂല്യം എപ്പോഴും കൂടുതലായിരിക്കും. നിങ്ങൾ ശരിക്കും വെച്ച് 1 ലക്ഷം എന്ന് പറയുന്നതായിരിക്കില്ല നിങ്ങൾക്ക് അവിടെ കിട്ടുക, അതിൽ കൂടുതലായിരിക്കും. സോ കുവൈത്ത് ദിനാർ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾ കറൻസി അല്ലാത്ത വേറൊരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കറൻസി അല്ലാതെ ഗോൾഡിൽ ഒരു കളിയുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പാർട്ട് 2 പറഞ്ഞുതരാം. ജസ്റ്റ് ഫോളോ ചെയ്ത് വെക്കാം. സോ പലർക്കും അറിയാത്തതാണ് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം, എങ്ങനെ ഈ ദിനാർ ഉപയോഗിക്കാം, എങ്ങനെ നമുക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാമെന്ന് പലർക്കും അറിയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാത്ത പല സീക്രട്സും ഉണ്ട്. സോ ഞാൻ പറഞ്ഞുതരാം, ഫോളോ ചെയ്ത് വെക്കാം. താങ്ക് യു.